അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي خلت خيلتي أدركني مرادي يا رسول الله സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ എൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സയ്യിദീയ മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരെ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെ ഉദ്ദേശങ്ങൾ നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ മുറാദുകൾ നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവര്, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവര്, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവര്, ഒരു മജ്ലിസ് മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വിഷമം അനുഭവിക്കുന്നവര്, വലിയ പ്രയാസം അനുഭവിക്കുന്നവര്, അതിൻ്റെ മേലിൽ വലിയ ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹ് അവര് ദിക്റിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, സ്വലാത്ത് ചൊല്ലാൻ കൊതിച്ചത് കൊണ്ടാണ്, അവർക്ക് ധാരാളം മുറാദുകൾ ഉണ്ടായത് കൊണ്ടാണ്. അല്ലാഹ് നീ ഹസന കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ കുഴക്കല്ലേ അല്ലാഹ്. നമ്മുടെ മജ്ലിസിന്റെ ഖാദിമീങ്ങളെ നീ തളർത്തല്ലേ അല്ലാഹ്. അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ശവ്വാൽ 18-ാം ദിനത്തിലാണ് മുഅ്മിനീങ്ങളെ ഞാൻ നിലകൊള്ളുന്നത്. ശവ്വാൽ 18-ാം പകലിലാണ് മുഅ്മിനീങ്ങളെ ഞാൻ നിലകൊള്ളുന്നത്. ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ധാരാളം ദിക്റുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, എല്ലാവരുടെയും ദുആ വസിയത്തുകൾ വായിച്ച് അവർക്ക് കൂട്ടമായി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസ്, ദുആക്ക് വലിയ ഇജാബത്ത് ലഭിക്കുന്ന മജ്ലിസ്, നമ്മുടെ മുറാദുകൾ അത്ഭുതകരമായി പൂവണിയുന്ന മജ്ലിസ് അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാഹ്. അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. ഖിയാമം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. നീ നിലനിർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. മഹത്താക്കപ്പെട്ട ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുകൾ നമ്മൾ ചൊല്ലുന്നത് എന്തിനാണ് എൻ്റെ മുഅ്മിനീങ്ങളെ? അല്ലാഹു നമുക്ക് ധാരാളം നിഅമത്തുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. എണ്ണമറ്റ നിഅമത്തുകൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, ഇല്ലേ? നമ്മുടെ ശരീരം എടുത്തു നോക്കിയാൽ അതിൽ അവയവങ്ങൾ അല്ലാഹു നൽകിയ നിഅമത്താണ്. ഓരോരോ അവയവങ്ങൾ എടുത്തു നോക്കിയാൽ അല്ലാഹു വലിയ നിഅമത്താണ് മുഅ്മിനീങ്ങളെ നമുക്ക് നൽകിയിട്ടുള്ളത്. ആദ്യമായിട്ട് വലിയ അനുഗ്രഹമായി അല്ലാഹു നൽകിയത് കണ്ണെന്ന വലിയ അല്ലാഹു നമ്മുടെ ശരീരത്തിൽ നൽകിയ ഏറ്റവും വലിയൊരു നിഅമത്താണ് കണ്ണ്. കണ്ണല്ലാഹു നൽകി, വലിയ കാഴ്ച ശക്തി അല്ലാഹു നൽകി. നമ്മളെല്ലാവരും മജ്ലിസ് കാണുന്നവരാണ്. മജ്ലിസ് ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? അല്ലാഹു നമുക്ക് കണ്ണ് നൽകിയത് കൊണ്ട്. അതിന്റെ വലിയ റാഹത്തായ കാഴ്ച ശക്തി അല്ലാഹു നൽകി, തടസ്സങ്ങളില്ലാത്ത. അല്ലാഹുവേ, ബുദ്ധിമുട്ടുകളോ കാഴ്ച ശക്തി മങ്ങി വരുന്നവര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. തിമിരം വരുന്നവര്, കണ്ണിൽ തിമിരമടഞ്ഞവര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കൺകാഴ്ചയിൽ പ്രയാസപ്പെടുന്നവര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ നീ കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നല്ല കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. പ്രയാസങ്ങൾ
പ്രയാസങ്ങളൊന്നുമില്ലാത്ത ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത നല്ല കാഴ്ചശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. അതിനൊന്ന് ശുക്ർ ചെയ്താൽ ഇന്നും നാളെയൊന്നും തീരൂല. മുഅ്മിനീങ്ങളെ, അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്യാൻ നിന്നാൽ ഇന്നും നാളെയൊന്നും തീരൂല. അത്രയും ശുക്ർ നമ്മൾ ചെയ്യണം, അത്രയും ശുക്ർ നമ്മൾ ചെയ്യണം. അടിമയായ നമ്മള് യജമാനനായ അല്ലാഹുവിലേക്ക് വലിയതായിട്ട് നമ്മൾ ശുക്ർ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്? അല്ലാഹു പറഞ്ഞ രീതിയിൽ അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ്, അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ്. ദിക്റുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി അവനെ വഴിപ്പെട്ട് ജീവിക്കലാണ് അവനക്ക് ശുക്ർ ചെയ്യൽ. അവനെ വഴിപ്പെട്ട് ജീവിക്കലാണ് അവനക്ക് ശുക്ർ ചെയ്യല്. ഇങ്ങനെയുള്ള മജ്ലിസില്, ദിക്റിന്റെ മജ്ലിസില്, അത് എവിടെ ഉണ്ടായിക്കോട്ടെ, നമ്മൾ ആനന്ദത്തോടുകൂടി കുളിർമയോടുകൂടി നമ്മള് അതിലേക്ക് മുന്നിട്ടിറങ്ങണം. മുഅ്മിനീങ്ങളെ, അതിലേക്ക് മുന്നിട്ടിറങ്ങണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ദിക്ർ ചൊല്ലാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. ഓരോരോ അനുഗ്രഹങ്ങൾക്ക് എൻ്റെ മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മൾ ശുക്ർ ചെയ്യണം. ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചുകൊണ്ട് അല്ലാഹു നമ്മൾ ശുക്ർ ചെയ്യണം. ഒരു നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറിക്കഴിഞ്ഞാൽ അല്ലാഹു നമുക്കെല്ലാം അല്ലാഹു നൽകും. നമ്മുടെ നന്ദിയുള്ള അടിമയായി മാറിക്കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകും. ഇന്നാലിനത് കിട്ടണം, അത് ലഭിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാവരുത്. അല്ലാഹുവിനൊരു ശുക്ർ ചെയ്യാൻ, ഒരു നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ ജീവിക്കുക എന്ന നിലക്കായിരിക്കണം മുഅ്മിനീങ്ങളെ ഓരോരോ മജ്ലിസ് നമ്മൾ ഇരിക്കേണ്ടത്, ഓരോരോ അമലുകൾ നമ്മൾ ചെയ്യേണ്ടത്, ദിക്റുകൾ ചൊല്ലേണ്ടത്. അല്ലാഹു നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റുകൾ ചൊല്ലാൻ പോവുകയാണ്. നമ്മൾ മജ്ലിസിൽ ദിക്റുകൾ ചൊല്ലാൻ പോവാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. ഒരു നസീഹത്ത് ഒന്നാണ് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമ്മൾ വലിയ അത്ഭുതകരമായിട്ടുള്ള ഈ മജ്ലിസിലേക്ക് കടക്കണം. അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ എല്ലാവരും എൻ്റെ കൂടെ ഓതുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നീട് മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ, അവരാണ് നമ്മുടെ മുഅ്മിനീങ്ങളെ, ഇവരാണ് നമ്മളെ തണല്. ഇൻഷാ അല്ലാഹ് ഏറ്റുവിളിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പ്രഭാത സമയത്ത് നല്ലൊരു സമയത്ത് നമ്മളിങ്ങനെ വിളിക്കുന്ന ഫാത്തിഹ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചൊല്ലുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, സ്വലാത്തുകൾ, പിന്നീട് കൂട്ടമായിട്ടുള്ള ദുആ, എല്ലാവരുടെയും ദുആ വസിയത്തുകൾ വായിച്ച് അവർക്ക് കൂട്ടമായിട്ടുള്ള ദുആ അല്ലാഹു നീ കബൂലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് മജ്ലിസിലേക്ക് കടക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
آمين وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين وإلى حضرة سيدنا وسندنا إبراهيم بادشاي بدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين
وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سيم مدوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة من ماتوا منا خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أرحم الراحمين يا തമ്പുരാനെ ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹു
لا إله إلا الله 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 അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ തഅലീലിനെ സ്വീകരിക്കണം അല്ലാഹ് ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ് അവരെ ഖബറിലേക്ക് ഈ തഅലീലിനെ എത്തിക്കണം അല്ലാഹ് ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് ഈ തഹ്ലീലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ ഹസിലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുണ്ട് നീ ഹസിലാക്കണം يا حي يا قيوم 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 അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശം നീ സഫലീകരിക്കണം അല്ലാഹ് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ് ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ് നീ എളുപ്പമാക്കണം അല്ലാഹ് ലക്ഷക്കണക്കിന് കടമുള്ളവർ കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ് ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് നീ നൽകല്ല അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ് നീ തീർത്ത് നൽകണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ
ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم استغفر الله 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 العظيم അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്, ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണേ അല്ലാഹ്, ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ. എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല്. ഒരു തബറുക്കിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല്. കൂടുതലൊന്നുമില്ല ഒരു 11 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാഹ്, നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ്. ഒരു വീടില്ലാത്തവര്, വീടിന് കൊതിക്കുന്നവര് മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാഹ്. തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്.
അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ്. അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ലോ അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം നൽകല്ലോ അല്ലാഹ്, ട്യൂമർ നൽകല്ലോ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലോ അല്ലാഹ്. അല്ലാഹുവേ, പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ. മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ. പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 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 റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്, അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്, ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل على النور
النور وأهلي اللهم صل على 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 النور وأهلي അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് നീ എത്തിക്കണേ അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ് അർഹമുർ റഹീമീനായ അല്ലാഹ് ധാരാളം സഹോദരിമാർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ് നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ് ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ലോ അല്ലാഹ് സ്തനത്തിന്റെ ഭാഗത്ത് മുയവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലോ നീ കൊടുക്കല്ലോ അല്ലാഹ് ഒരു മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് വെക്കുന്നവരാണ് അല്ലാഹ് ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങളെ എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് അല്ലാഹ് നീ കൊയക്കല്ലോ അല്ലാഹ് നീ തളർത്തല്ലോ അല്ലാഹ് അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ലേ തമ്പുരാനേ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് ദുആ വസിയത്തുകൾ വായിക്കുകയാണ്. മജ്ലിസിലേക്ക് ആത്മാർത്ഥമായിട്ട് മജ്ലിസിനെ ഇഷ്ടം വെക്കുന്ന മുഹിബ്ബീങ്ങൾ, മജ്ലിസിന്റെ മുഹിബ്ബീങ്ങൾ അവരെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് എടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി പ്രത്യേകമായി നമ്മൾ ദുആ ചെയ്യണം. മജ്ലിസിൽ അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഗൾഫിലുള്ള എൻ്റെ മക്കൾക്ക് വാഹനവുമായി ബന്ധപ്പെട്ട ജോലിയാണ് തങ്ങളെ. ഒരു അപകടത്തിലും പെടാതിരിക്കാനും മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ഉണ്ടാവാനും ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവയുടെ പൊന്നുമക്കൾക്ക് അല്ലാഹ് ദീർഘായുസുള്ള ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ജോലിയിൽ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അപകടങ്ങളോ മുസീബത്തുകളോ ബലാകളോ പൊന്നുമക്കൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. മജ്ലിസിൽ എപ്പോഴും പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ്. അല്ലാഹുവേ ഒരു പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. മറ്റൊരു സഹോദരി ആമീൻ ആമീൻ അസുഖങ്ങൾ മാറാൻ ശിഫയാവാൻ തങ്ങളെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ അസുഖങ്ങളും അല്ലാഹു ആജിലായ കാമിലായ ശിഫാ അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. തങ്ങളെ എൻ്റെ ഭർത്താവിൻ്റെ കടബാധ്യതകൾ തീർന്നു കിട്ടാൻ ദുആ ചെയ്യണേ. മക്കൾക്ക് വീടായിട്ടില്ല, എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടാനും മനസ്സിന് സമാധാനവും റാഹത്തും കിട്ടാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഭർത്താവിൻ്റെ എല്ലാ കടങ്ങളും നീ വീട്ടി കൊടുക്കണേ അല്ലാഹ്. അതിൻ്റെ മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. റാഹത്തായ ഐശ്വര്യത്തോടുകൂടിയുള്ള ഒരു ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഉമ്മയുടെ
ആങ്ങളമാരുടെ പിണക്കം മാറി സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ പ്രത്യേകം ദുആ ചെയ്യണേ. അല്ലാഹുവേ, പിണക്കങ്ങൾ മാറി ഇണക്കങ്ങൾ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഇണക്കത്തെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. അവരുടെ മനസ്സിലേക്ക് അവരോടുള്ള സ്നേഹം നീ ഇട്ട് കൊടുക്കണേ അല്ലാ. നീ ഇട്ട് കൊടുക്കണേ അല്ലാ. തങ്ങളെ മകന്റെ ലൈസൻസ് ഒരു തടസ്സങ്ങളില്ലാതെ പാസ്സാവാനും ഹൈറായ മറ്റൊരു ജോലി ശരിയാവാനും തങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ആ പൊന്നുമോൻക്ക് അല്ലാഹു ഈ മജ്ലിസിന്റെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ഹഖ് ജാഉ ബർക്കത്ത് അല്ലാഹുവേ, പ്രയാസങ്ങളോ തടസ്സങ്ങളോ കൂടാതെ ലൈസൻസ് നീ കരങ്ങളിൽ എത്തിക്കണേ അല്ലാ. കരങ്ങളിൽ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഹൈറായ മറ്റൊരു ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ. വളരെയധികം ടെൻഷനും വിഷമത്തിലുമാണ്. മനസ്സിന് സമാധാനം കിട്ടാനും ഭർത്താവിന്റെ ടെൻഷൻ മാറാനും ഷുഗർ നോർമലാകാനും തങ്ങളെ പ്രത്യേകം ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ടെൻഷൻ നീ മാറ്റി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. മനസ്സിന് നല്ല മനസ്സമാധാനം നീ പ്രദാനം ചെയ്യണേ അല്ലാ. അസുഖങ്ങളെ പരിപൂർണമായി നീ ശിഫാ കൊടുക്കണേ അല്ലാ. ആമീൻ ആമീൻ ആമീൻ. തങ്ങളെ ദുആ ചെയ്യണേ. എൻ്റെ ഉപ്പാക്ക് മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടാണ്, വേദന മാറാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. ആ പൊന്നുപ്പാന്റെ എല്ലാ അസുഖങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. തങ്ങളെ പ്രത്യേകം ദുആ ചെയ്യണം. വീട് പണി തുടങ്ങാൻ വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എത്രയും പെട്ടെന്ന് വീട് പണി എത്രയും പെട്ടെന്ന് അല്ലാഹു നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് അല്ലാഹുവേ വീട് പണി തുടങ്ങാനുള്ള മനസ്സും സമ്പത്തും ആരോഗ്യവും നീ പ്രദാനം ചെയ്യണേ. മക്കൾ നന്നാവാനും കടങ്ങൾ വീടാനും തങ്ങളെ ദുആ ചെയ്യണേ. പോയി മജ്ലിസിൽ പങ്കെടുക്കുന്ന സഹോദരിയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, മക്കളെ നന്നാക്കി കൊടുക്കണേ അല്ലാ. സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. കടങ്ങളെ നീ വീട്ടി കൊടുക്കണേ അല്ലാ. തങ്ങളുപ്പാ എൻ്റെ പൊന്നുമോൻ്റെ വീട് പണി പെട്ടെന്ന് ഹൈറായി പൂർത്തിയായി കിട്ടാൻ തങ്ങളെ ദുആ ചെയ്യണേ. റഹ്മാനായ അല്ലാഹ്, ഇവിടെ പൊന്നുമോൻ്റെ അല്ലാഹുവേ വീട് പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹു അതിനുള്ള സമ്പത്ത് നീ കൊടുക്കണേ അല്ലാ. അതിനുള്ള ആരോഗ്യം നീ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. തങ്ങളെ എൻ്റെ മകൻ നല്ലൊരു ജോലി ശരിയാവാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ആ പൊന്നുമോൻക്ക് ഖൈറായ ജോലി നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ അല്ലാ. എൻ്റെ ടെസ്റ്റ് നോർമലായി കിട്ടാൻ ഉസ്താദ് ദുആ ചെയ്യണം. കോഴിക്കോട് ടെസ്റ്റിങ്ങിന് അയച്ചിട്ടുണ്ട്, അത് നോർമലായി കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ, അല്ലാഹുവേ, നീ അയച്ച ടെസ്റ്റ് നോർമലാക്കി കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാ, മുസീബത്തുകൾ കൊടുക്കല്ല തമ്പുരാനെ. തങ്ങളെ ദുആ ചെയ്യണേ. കടങ്ങൾ വീടാൻ റഹ്മാനായ അല്ലാ, ഇവിടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാ. ഭർത്താവിന്റെ ഖൈറായ ജോലി കിട്ടാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഭർത്താവിന്റെ കടം വീടാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ദുആർക്കണം ഇൻഷാ അല്ലാഹ്. കടം വീടാനും സ്ഥലം വിൽക്കാനും എത്രയും പെട്ടെന്ന് നടക്കാനും ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ആ സ്ഥലം എത്രയും പെട്ടെന്ന് നീ വിറ്റുകൊടുക്കണേ അല്ലാഹ്. തങ്ങളുപ്പാ, ഞാൻ തങ്ങളുപ്പാന്റെ മജ്ലിസ് എപ്പോഴും കാണുന്നതാണ്. അവിടത്തേക്ക് വന്നിരുന്നു. ഭർത്താവിന്റെ അവിഹിത ബന്ധം ഒഴിവായി കിട്ടാൻ തങ്ങളുപ്പാ ഒരു വഴി പറഞ്ഞു തരുമോ? വല്ലാത്ത വിഷമത്തിലാണ്. ആ ബന്ധം എന്നേക്കുമായി ഒഴിവാവാൻ തങ്ങളുപ്പാ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, ഭർത്താവിന്റെ ആ സ്വഭാവം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ഖൈറായി ഭാര്യയുമൊത്ത് ജീവിക്കാൻ സ്നേഹത്തോടു ഐക്യത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ഭാര്യയുമൊത്ത് മരണം വരെ ജീവിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മനസ്സിലാവാൻ ദുആ ചെയ്യണം. തങ്ങളെ മകന് ജോലി എല്ലാ തടസ്സങ്ങളും മാറി ജോലിയിൽ വിളിക്കാൻ ഞങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. കൊച്ചുവൻ മദ്രസയിൽ പോവാൻ ഞങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ആമീൻ ആമീൻ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ ധാരാളം നേർച്ചയാക്കിയവരുണ്ട്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ ജോലി കിട്ടാൻ നേർച്ചയാക്കിയവർ, വിവാഹം നടക്കാൻ നേർച്ചയാക്കിയവരുണ്ട് ഇൻഷാ അല്ലാഹ്. നടന്നവരുണ്ട് ഇൻഷാ അല്ലാഹ്. നേർച്ചകളുടെ ഹഖ് ജാഉ ബർക്കത്ത് കൊണ്ട് ജോലി ലഭിച്ചവർ, വിവാഹം റെഡിയായവർ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, റെഡിയാവാത്തവർക്ക്, ജോലി റെഡിയാവാത്തവർക്ക്, വിവാഹം ശരിയാവാത്തവർക്ക്
എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ അല്ലാ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ അല്ലാ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഖബൂലാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയാം. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്, ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ്. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ്. മക്കളെ കാരണം
കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല അല്ലാ. റൗഡികളാക്കല്ല അല്ലാ, തമ്മാടികളാക്കല്ല അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാ നീ തട്ടി മാറ്റല്ല അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ല അല്ലാ, നീ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ.
ഞങ്ങളെ ചേർക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ. മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ. സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ. അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ. അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. ഞങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനിയെ ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ
ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്കമുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണേ അല്ലോ. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലോ. നീ നൽകണേ അല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.